നമസ്കാരം. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ യൂട്യൂബിൽ ഇടുന്ന വീഡിയോസ് മെയിനായിട്ടും നമ്മുടെ രാജ്യത്തിനെതിരെ സംസാരിക്കുന്നവരെ കുറിച്ചിട്ടാണ്. അവർക്കെതിരെയാണ് ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്തിരുന്നത്. അപ്പം ഞാൻ മെയിനായിട്ട് റിയാക്ട് ചെയ്തത് ഒരു പർട്ടിക്കുലർ വ്യക്തിയെ കുറിച്ചിട്ടാണ്. ഒരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി, ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ, റിയാലിറ്റി ഷോയിലൊക്കെ വന്ന് ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറിനെതിരെയാണ് ഞാൻ കൂടുതലും വീഡിയോ ചെയ്തത്. അയാൾക്കെതിരെയാണ് ഞാൻ കൂടുതലും റിയാക്ട് ചെയ്തത്. കാരണം ആ വ്യക്തിയുടെ പോസ്റ്റുകളും സ്റ്റോറിയും ഒക്കെ വല്ലാത്ത രീതിയിൽ നമ്മുടെ രാജ്യത്തെ വിമർശിക്കുന്നതാണ്. നമ്മുടെ രാജ്യം തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പോഴാണ് പുള്ളിക്കാരന് സ്റ്റോറി ഇടാനുള്ള ബോധം ഉദിച്ചത്. അതിനു മുമ്പ് വരെ സ്റ്റോറി ഒന്നും ഇടാനുള്ള ബോധം ഉണ്ടായിരുന്നില്ല. നമ്മുടെ രാജ്യം തിരിച്ചടിച്ചപ്പോഴേക്കും പുള്ളിക്കാരന് പീസ് വേണം, സമാധാനം വേണം, സമാധാനത്തിന്റെ വെള്ളരിപ്രാവായിട്ട് അങ്ങ് പറന്നു പൊങ്ങുമായിരുന്നു. അപ്പോൾ അതിനെ വിമർശിച്ചു. തിരിച്ച് ഭീഷണിപ്പെടുത്തലൊക്കെ കുറേ ആൾക്കാർക്ക് കിട്ടി. അതിനെതിരെ ഞാൻ വീഡിയോ ചെയ്തു. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇന്നലെ രാത്രി ഞാൻ വേറൊരു വാർത്ത കേട്ടു. ഒരു മലയാളി യുവാവിനെ നാഗ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതേ കാരണത്താൽ നമ്മുടെ രാജ്യത്തെ വിമർശിച്ചുകൊണ്ടും ഓപ്പറേഷൻ സിന്ദൂറിനെ വിമർശിച്ചുകൊണ്ടും പോസ്റ്റുകളൊക്കെ ഇട്ട കാരണത്താലാണ് ഈ മലയാളി യുവാവിനെ നാഗ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ വാർത്ത കേട്ട് ഞാൻ ജസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ കയറി നോക്കിയപ്പോൾ ഞാൻ വിമർശിച്ച ഈ ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ഉണ്ടല്ലോ, ആ ഇൻഫ്ലുവൻസറിൻ്റെ അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടേക്കുന്നു. പോസ്റ്റ് എന്ന് പറയുമ്പോൾ ന്യായീകരണ പോസ്റ്റാണ്. അതെന്തേ വരാത്തത് എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനൊരു പോസ്റ്റ് അപ്ലോഡ് ചെയ്തേക്കുന്നു. അത് നല്ല മനസ്സോടെ അപ്ലോഡ് ചെയ്തതാണ് എന്നുണ്ടെങ്കിൽ നല്ലത്. അതല്ല, പരാതിയൊക്കെ പോയിട്ടുണ്ടല്ലോ ഇപ്പോൾ ആ ഇൻസ്റ്റഗ്രാം സെലിബ്രിറ്റിക്കെതിരെ. ആ പരാതി പോയതിൻ്റെ വെപ്രാളത്തിൽ പോസ്റ്റ് ചെയ്തതാണ് എന്നുണ്ടെങ്കിൽ വൈകാതെ തന്നെ പിടിക്കപ്പെട്ടോളൂ. അപ്പോൾ ഈ പോസ്റ്റ് എന്താണെന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ പുള്ളി പോസ്റ്റ് ഇട്ടേക്കുന്നത് ഇങ്ങനെയാണ്: കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്കെതിരെ കുറേ റിയാക്ഷൻസ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ ചില ഒപ്പീനിയൻ, എൻ്റെ കൺസേൺ, അതായത് പുള്ളിയുടെ വിഷമമാണ് തുറന്നു പറഞ്ഞത്. രാജ്യത്ത് സമാധാനമില്ലല്ലോ, രാജ്യത്ത് പീസ് ഇല്ലല്ലോ എന്നോർത്ത് എൻ്റെ വിഷമം കൊണ്ട് നമ്മുടെ രാജ്യമായി ഇപ്പോൾ കേട്ടോ, നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങളുടെ സമാധാനം, അവരുടെ ജീവൻ, അതിനെക്കുറിച്ചൊക്കെ ഓർത്തുള്ള കൺസേൺ കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. അല്ലാതെ ഞാൻ വേറെ ഒരു കാരണത്താലും അല്ല അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. പലപ്പോഴായിട്ട് എൻ്റെ വാക്കുകൾ വളച്ചൊടിക്കപ്പെട്ടു. ആരും വളച്ചൊടിച്ചിട്ടില്ല. ഒരു വീഡിയോ ചെയ്ത ആളും അയാളുടെ വാക്കുകൾ വളച്ചൊടിച്ചിട്ടില്ല. കൃത്യമായിട്ട് അയാൾ എന്താണോ പറഞ്ഞത് അതിനെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ വാക്കുകൾ വളച്ചൊടിക്കപ്പെട്ടു, എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും കൂടി പറയാം, ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. എൻ്റെ രാജ്യത്തോടാണ് എനിക്ക് കൂറ്, എൻ്റെ രാജ്യത്തുള്ള ജനങ്ങളെയാണ് ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു ജയ് ഹിന്ദും കൂടി ഇട്ടിട്ടുണ്ട്. ആ ജയ് ഹിന്ദ് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും സന്തോഷം തോന്നി. കാരണം ഇത്രയും ദിവസം ജയ് ഹിന്ദ് വിളിക്കാതിരുന്ന ഒരു വ്യക്തിയും കൊണ്ട് ജയ് ഹിന്ദ് വിളിപ്പിക്കാൻ സാധിച്ചല്ലോ. അതിൽ ഒരു പങ്ക്, 1% പങ്ക് വഹിക്കാൻ എനിക്ക് സാധിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം ഏതായാലും ആ ജയ് ഹിന്ദ് ആത്മാർത്ഥതയോടുകൂടി വിളിച്ചതാണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് കൊള്ളാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനൊരു സിറ്റുവേഷനിൽ, ഇങ്ങനൊരു സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ രാജ്യത്തോടൊപ്പമാണ് നിൽക്കേണ്ടത്. അതിനു പകരം രാജ്യത്തിനെ വിമർശിച്ചുകൊണ്ട് പോസ്റ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ ഈ പോസ്റ്റുകളൊക്കെ തന്നെ കാണേണ്ടവർ കാണുന്നുണ്ട്, അവർ കാണും. കാരണം ഇപ്പം നമ്മുടെ ഓരോ പ്രവൃത്തിയും, ഈ രാജ്യത്തുള്ള ഓരോ വ്യക്തിയുടെയും പ്രവൃത്തികൾ നോട്ടഡ് ആണ്, കൃത്യമായിട്ട് വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാം. കാരണം ഇപ്പം അങ്ങനൊരു സിറ്റുവേഷനാണ്. ഇപ്പം സീസ് ഫയർ ഒക്കെ ഒപ്പിട്ടു, പക്ഷേ എന്നിരുന്നാൽ തന്നെയും നമ്മൾ കുറേ നാൾ ഈ ഒരു ജാഗ്രതയിലൂടെ ആയിരിക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തിനെതിരെ പോസ്റ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്തെ വിമർശിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് ആൾക്കാർ കണ്ടുപിടിക്കുമെന്ന് പലരും മനസ്സിലാക്കിയാൽ കൊള്ളാം. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ള കാര്യം. ഇനി രണ്ടാമത് പറയാനുള്ളൊരു കാര്യം, നമ്മൾ ഈ രാജ്യത്തെ ജനങ്ങളാണ്. ഈ രാജ്യത്ത് ജീവിച്ചുകൊണ്ട് ഈ രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കാതെ ഇരിക്കുക. നമ്മുടെ വാല്യൂ എന്താണെന്നുള്ളതും നമ്മുടെ കൾച്ചർ എന്താണെന്നുള്ളതും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മുടെ രാജ്യത്തെ വിമർശിക്കാം. ഓക്കെ, ഒരുപാട് വർഷത്തെ, എനിക്കൊന്നും 1000 അല്ല 10,000 അല്ല 10,000 വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ള ഒരു സംസ്കാരമാണ്. മനുഷ്യരാശി ഉണ്ടായ ആ ഒരു സമയം തൊട്ടുള്ള സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നമ്മൾ. ഫസ്റ്റ് സിവിലൈസേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം
അങ്ങനെ അത്രയും റിച്ച് ആയിട്ടുള്ള സംസ്കാരം വഹിക്കുന്ന ആ സംസ്കാരവാഹകരായിട്ടുള്ള നമ്മൾ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് വേണം സംസാരിക്കാൻ, രാജ്യത്തിനെ വേണം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇന്നേ വരെ ഒരു കാര്യത്തിനും ഒരു വാറിനും തുടക്കം കുറിച്ചിട്ടില്ല. നമ്മൾ ആരോടും അങ്ങോട്ട് ഒന്നിനും പോയിട്ടില്ല. നമ്മൾ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. നമ്മൾ എപ്പോഴും സമാധാനത്തിന് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്. എല്ലാ രാജ്യങ്ങൾക്കൊപ്പവും നമ്മൾ നിൽക്കാറുണ്ട്. എല്ലാ രാജ്യത്തിനെയും നമ്മൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്, സഹായിക്കാറുണ്ട്. ഈ ഒരു സമയത്ത് തുർക്കിയാണ് കൂടുതലും പാകിസ്ഥാനെ സഹായിച്ചത്. പക്ഷേ തുർക്കിക്ക് ഒരു ആവശ്യം വന്നപ്പോൾ നമ്മൾ അവിടേക്ക് ചെന്നിരുന്നു. അങ്ങനെ ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളെയും നമ്മൾ സഹായിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ ഒപ്പം നമ്മൾ നിന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കുക. ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ വന്നു ചേർന്നിട്ടുള്ളൊരു നാട് നമ്മുടേതാണ്. നമ്മുടെ സ്ഥലത്തേക്ക് വന്നിട്ടുള്ള ആർക്കും എതിരെ നമ്മൾ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. എല്ലാവരെയും നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ നാട് ഇത്രയും ഡൈവേഴ്സ് ആയത്. നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഡൈവേഴ്സിറ്റി. വൈവിധ്യമാർന്ന ഒരു സംസ്കാരം, വൈവിധ്യമാർന്ന എല്ലാ കാര്യവും ഡൈവേഴ്സ് ആണ്. എവ്രിതിങ്. ലാംഗ്വേജ് ആയിക്കോട്ടെ, കൾച്ചർ ആയിക്കോട്ടെ, മതങ്ങളായിക്കോട്ടെ, എല്ലാം ഡൈവേഴ്സ് ആണ്. ആ ഡൈവേഴ്സിറ്റിയിലുള്ള ഒരു യൂണിറ്റി ഉണ്ടല്ലോ, അതാണ് നമ്മുടെ നാടിനെ ഇങ്ങനെ നിലനിർത്തുന്നത്. അത് ഇനിയെങ്കിലും ആൾക്കാർ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുരോഗമനം ഉണ്ടാവത്തില്ല. ഈ നാടാണ് നമ്മളെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നത്. നമ്മൾ എത്ര സുരക്ഷിതരാണ്, നമ്മൾ എത്ര സന്തോഷവാന്മാരാണ്. മറ്റുള്ള പല രാജ്യങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുക. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കേണ്ടതാണ്. നമ്മുടെ രാജ്യത്തിൽ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്താണെന്നറിയാമോ? പല ഭാഗത്തു നിന്നുള്ള എതിരഭിപ്രായങ്ങളാണ്. നമ്മുടെ രാജ്യം ഡൈവേഴ്സ് ആയതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതിയും സ്വഭാവവും കൾച്ചറും ലാംഗ്വേജും ഭക്ഷണശീലവും ഒക്കെയുള്ള ആൾക്കാരാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അപ്പം അങ്ങനെ ഒരു രാജ്യത്ത്, ഇത്രയും ഡൈവേഴ്സിറ്റി ഉള്ളൊരു രാജ്യത്ത് ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പല ഭാഗത്തു നിന്നും ഒരുപാട് എതിർപ്പുകൾ ഉണ്ടാകും, പല പ്രശ്നങ്ങളുണ്ടാകും. അപ്പം നമുക്കൊരു ഡിസിഷൻ എടുത്ത്, ഇപ്പോൾ ഒരു പോളിസി, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോളിസി ഇംപ്ലിമെൻ്റ് ചെയ്യണം. ആ പർട്ടിക്കുലർ പോളിസി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നമുക്ക് കുറേ വർഷങ്ങളെടുക്കും. അതിന് കാരണം എന്താണ്? എല്ലാ വിഭാഗത്തിൻ്റെയും സമ്മതത്തോടു കൂടിയിട്ട് മാത്രമേ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ പോളിസി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമുക്ക് കാലതാമസം എടുക്കും. അപ്പോൾ ആ ഡൈവേഴ്സിറ്റി ഉള്ളത് കൊണ്ട് ചില കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ചിലപ്പോൾ ബാക്ക്വേർഡ് ആയിരിക്കും. ചില പ്രശ്നങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തുണ്ടാകും. പക്ഷേ ആ ഡൈവേഴ്സിറ്റിയാണ് നമ്മുടെ സ്ട്രെങ്ത് എന്ന് മനസ്സിലാക്കി എല്ലാ ആൾക്കാരും ഇനിയെങ്കിലും ഒത്തൊരുമയോട് കൂടിയിട്ട് നിൽക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം കുറച്ചും കൂടി പുരോഗമനത്തിലേക്ക് എത്തും. അതിന് പകരം എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോഴേക്കും നമ്മുടെ രാജ്യത്തുള്ള ഇപ്പം മിനിസ്ട്രി ആയിക്കോട്ടെ, നമ്മുടെ മിനിസ്റ്റേഴ്സ് ആയിക്കോട്ടെ, അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ജാതിയോ മതമോ ഒന്നും നോക്കാൻ സാധിക്കത്തില്ല. ഇപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് ഒരേ ഒരു ഇമോഷൻ മാത്രമായിരിക്കണം, ഇന്ത്യ. ആ ഇന്ത്യ എന്നുള്ള ഇമോഷൻ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ലീഡേഴ്സ്, അവരാരായിക്കോട്ടെ, അവരുടെ രാഷ്ട്രീയം എന്തായിക്കോട്ടെ, അവരുടെ ചിന്താഗതികൾ എന്തായിക്കോട്ടെ, ആ ടൈമിൽ അവരെ വേണം നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ. ഇപ്പോൾ നമ്മുടെ മിനിസ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പോൾ നമ്മുടെ ലീഡർ, മെയിനായിട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റർ, അവരെ കഴിയാം വിധം എല്ലാ കാര്യങ്ങളും ചെയ്തു. അവർ അത്ര ബെസ്റ്റ് ആയതുകൊണ്ടാണ് നമ്മളെക്കുറിച്ച് ആർക്കും ഒരു കുറ്റം പോലും പറയാനില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാകിസ്ഥാൻ എന്നുള്ള രാജ്യം അവർക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം, ഏത് രീതിയിലും കാണിക്കാം. പക്ഷെ നമുക്ക് അങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല. കുറേ ആൾക്കാർ പറയുന്നുണ്ട്, എന്താ അങ്ങോട്ട് കയറി അടിക്കാത്തേ, എന്താ ചെയ്യാത്തേ, ഇതെന്തോ മൊണ്ണകളായിട്ടിരിക്കുന്നത്. നമുക്കങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മളെ എല്ലാ രാജ്യവും നോട്ട് ചെയ്ത് വെച്ചേക്കാണ്. എല്ലാ രാജ്യത്തിൻ്റെ ശ്രദ്ധ നമ്മുടെ മുകളിലേക്കാണ്. അപ്പം നമുക്ക് കൃത്യമായിട്ട് പ്രിസൈസ് ആയിട്ട് മാത്രമേ ഓരോ കാര്യവും ചെയ്യാൻ പറ്റൂ. അതിനനുസരിച്ചേ നമുക്ക് ചെയ്യാൻ പറ്റൂ. കാരണം നമ്മളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടാകാൻ നോക്കിയിരിക്കുമായിരിക്കും എല്ലാ ആൾക്കാരും. നമ്മളിപ്പോൾ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. അപ്പോൾ നമ്മൾ അത്രയും പ്രിസൈസ് ആയിട്ട് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത്രയും പ്രിസൈസ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു സമയത്തും കാര്യങ്ങൾ ചെയ്തത്. അതിൽ നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ രാജ്യത്തെ ഓർത്ത് നമുക്ക് സന്തോഷിക്കാം, അഭിമാനിക്കാം, രാജ്യത്തിനൊപ്പം നിൽക്കാം. അതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. ഒരു കാര്യം ആലോചിച്ചാൽ മതി, നമ്മൾ ഈ ലോകത്തെ മറ്റുള്ള ജനങ്ങളെക്കാട്ടിലും ഒക്കെ അപേക്ഷിച്ച് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഹിസ്റ്ററിയുടെ ഉടമകളാണ്. നമ്മുടെ പാരമ്പര്യം, നമ്മുടെ സംസ്കാരം അത്രയും മഹത്വമുള്ള ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നമ്മളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടാകും, നമ്മുടെ രാജ്യവും പുരോഗമനത്തിലേക്ക് പോകും.